സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. പ്രളയകാലത്തും കോവിഡ് കാലത്തുമുള്ള സർക്കാർ കരുതലാണ് ഇവിടുത്തെ തുടർ ഭരണത്തിന് കാരണമെന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കും. പക്ഷേ കിറ്റിന് വലിയ സംഭാവനകൾ നൽകിയ വകുപ്പുകളെ ധനമന്ത്രി ഇത്തവണത്തെ ബജറ്റിൽ തഴഞ്ഞു. പതിവ് വിട്ട് CPI മന്ത്രിമാർ കത്തിനു പിന്നാലെ പരസ്യ പ്രതികരണത്തിന് തുനിഞ്ഞത് എന്തുകൊണ്ടാകാം? കിറ്റ് വഴി കിട്ടിയത് മറന്നു. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എന്നിവരാണ്. സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫിനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുകയാണ്. CPI ഏതായാലും പരസ്യ പ്രതികരണം നടത്തിക്കഴിഞ്ഞു, പക്ഷേ പരസ്യ ചർച്ചയ്ക്കില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ശ്രീ K. അനിൽകുമാർ, CPI മന്ത്രിമാർ 4 മന്ത്രിമാർക്കും പരാതിയുണ്ട് എന്നാണ് പരസ്യമായി പ്രതികരിക്കാത്ത മന്ത്രിമാർ പോലും രഹസ്യമായി പറയുന്നത്. പരസ്യമായി 2 മന്ത്രിമാരെങ്കിലും പറഞ്ഞത് താങ്കളും കേട്ടിരിക്കുമല്ലോ. അപ്പോൾ CPIയോട് മാത്രം ഈ ഇരട്ടത്താപ്പ് എന്ന നിലയ്ക്ക് അവർ പറയുമ്പോൾ എന്താണ് ഇതിന് CPMന് നൽകാനുള്ള മറുപടി? കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും MLA-മാർക്കും ജനങ്ങൾക്കാകെയും പരാതിയുണ്ട്. ആ പരാതി കേന്ദ്ര സർക്കാരിനോടാണ്. ആ പരാതി പറയാൻ CPIയുടെ മന്ത്രിമാരടക്കം MLA-മാരടക്കം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും ഡൽഹിയിലേക്ക് ഇപ്പോൾ വിമാനത്തെ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊന്നാണ് എന്നാണ് അവർ ഡൽഹി ചെന്ന് പറയാൻ പോകുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പരാതിക്ക് ഇടയാകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതല്ലേ പ്രശ്നം. മുമ്പ് നൽകിക്കൊണ്ടിരുന്ന നിലയിലേക്ക് പല വകുപ്പുകൾക്കും പണം നൽകാൻ പറ്റാത്തവരുള്ള പ്രതിസന്ധി കേരള സർക്കാരിനെ ബാധിക്കത്തക്ക വിധം കേന്ദ്രം പദ്ധതികളെ വെട്ടിക്കളയാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. മുമ്പ് നൽകിക്കൊണ്ടിരുന്ന കേന്ദ്ര പണം നൽകുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ തന്നെ ഡൽഹിയിൽ ചെന്നിട്ട് ആ FCI ഗോഡൗണുകളിൽ നിന്നുമുള്ള അരി വാങ്ങാനുള്ള കേരളത്തിൻ്റെ ഒരവകാശം സപ്ലൈകോയ്ക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അവകാശം കേന്ദ്രം നിഷേധിച്ചിരിക്കുകയാണ്. നിങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം ലേലത്തിന് വെച്ചപ്പോൾ ടെൻഡർ കൊടുത്തപ്പോൾ അദാനിക്ക് കാശ് കൂടുതൽ ചിലവായി. അതുകൊണ്ട് ഇനി തിരുവനന്തപുരം വിമാനത്താവളം എന്നല്ല, ഞങ്ങൾ വിൽക്കുന്നൊരു വിമാനത്താവളത്തിനും ഖനിക്കും നിങ്ങൾ ടെൻഡർ വെക്കരുത്, തുറമുഖത്തിന് ടെൻഡർ വെക്കരുത്. ഒരു പൊതുമേഖലാ സ്ഥാപനം വിറ്റാൽ സംസ്ഥാന സർക്കാർ ടെൻഡർ വെക്കരുതെന്ന് കേന്ദ്രം ഉത്തരവിറക്കി. ഇതുപോലെ സ്വകാര്യ മുതലാളിമാരോട് മത്സരിച്ച് സപ്ലൈകോ പോയിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ കൊടുക്കരുത്. ഇത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ശ്രീ അനിൽകുമാർ, നമുക്ക് BJP പ്രതിനിധി വരുമ്പോൾ ആ ഘട്ടത്തിൽ അത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൂടി നമുക്ക് വേണ്ടതുണ്ട്. പക്ഷെ കേന്ദ്രം മാത്രമാണോ അവഗണിച്ചത് എന്നുള്ള സംശയം CPI മന്ത്രിമാർക്കുമുണ്ട്. ഇന്ന് ചിഞ്ചുറാണി പറഞ്ഞത് കഴിഞ്ഞ തവണത്തിൽ നിന്നും 40% കുറവാണ് ഇത്തവണ ക്ഷീരവികസന വകുപ്പിന് നൽകിയിരിക്കുന്നത്. ഒരു പ്രൈമറി സെക്ടറാണല്ലോ ഈ ഭക്ഷ്യവകുപ്പായാലും ക്ഷീരവികസന വകുപ്പായാലും. അവിടെ വലിയ കുറവ് വരുത്തുന്നത് അത് ഒരു വല്ലാത്ത അവഗണനയായി തന്നെ അവർക്ക് അനുഭവിക്കുകയാണ്. കൃഷി വകുപ്പിനുമുണ്ട് ആ കണക്കുകൾ പറയാൻ. പക്ഷേ ആ കണക്ക് P. പ്രസാദ് എന്തായാലും പരസ്യമായി പറഞ്ഞിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്ന അടക്കം ധനമന്ത്രിയെ കാണുന്ന അടക്കം തീരുമാനങ്ങളിലേക്ക് CPI മന്ത്രിമാർ പോകുമ്പോൾ അത് കേന്ദ്രത്തിനെതിരെ പരാതി പറയാനല്ലല്ലോ ശ്രീ അനിൽകുമാർ. കേന്ദ്രത്തിനെതിരെ പരാതിയുണ്ട്, അതവിടെ വ്യക്തവുമാണ്. അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ CPIയോട് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ 4 മന്ത്രിമാർക്കുമുള്ള പരാതിയിലുള്ള പ്രതികരണമാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിസഭയിലെ ഏതെങ്കിലും വകുപ്പ് ഒരു മന്ത്രിക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. 2, ഒരു മന്ത്രിയുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ആ മന്ത്രിയുടെ മാത്രമല്ല, മന്ത്രിസഭയുടെ പെർഫോമൻസാണ്. കൂട്ടുത്തരവാദിത്വത്താൽ സമൃദ്ധമായ ഒരു ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്, മകുടോദാഹരണമാണ് പിണറായി സർക്കാർ. ആ മന്ത്രിസഭയുടെ ഐക്യത്തിൻ്റെ തെളിവല്ലേ കേരള ചരിത്രത്തിലുണ്ടോ 10-35 ദിവസം മന്ത്രിമാരെല്ലാം ഒരു ബസ്സിൽ സഞ്ചരിക്കുക? ഉത്തരേന്ത്യയിൽ മന്ത്രിമാർ സഞ്ചരിക്കുന്നത് MLA-മാർ ഒരുമിച്ച് ബസ്സിൽ സഞ്ചരിക്കുന്നു BJP-ക്കാരെ പേടിച്ച ചാക്കിട്ടുകൊണ്ട് പോകാതിരിക്കും. അങ്ങനെ ബസ്സിൽ സഞ്ചരിച്ചതിന് ശേഷം നടന്നിരിക്കുന്ന അവങ്ങളെ കുറിച്ചാണല്ലോ CPI മന്ത്രിമാർ സംസാരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഈ വിപണിയിൽ ഇടപെട്ടു, കിറ്റ് വിതരണം ചെയ്തു. ഇപ്പോൾ 2225 കോടിയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ സപ്ലൈകോ ഉള്ളത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. 2016 മുതൽ 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി നൽകിയിട്ടുണ്ട്. അത് ഒരേ വിലയിൽ
വിറ്റു. അത് നേട്ടമായി തന്നെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അതിനുശേഷം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ അവഗണന നേരിട്ടു എന്നുള്ളതാണ് വലിയ പരാതിയായി ഭക്ഷ്യമന്ത്രി പറയുന്നത്. ശരി, ഇനി അവഗണന എന്ന വാക്ക് വസ്തുതാപരമായി ശരിയാന്ന് തോന്നുന്നില്ല. എന്നാൽ എന്താണ് ബഡ്ജറ്റ് മെക്കാനിസം? നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിൽ ധനകാര്യമന്ത്രി തയ്യാറാക്കുന്ന പ്രപ്പോസൽ മന്ത്രിസഭയിൽ പോലും വെക്കാറില്ല. അതിന് കാരണം എന്താണ്? അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി നേരിട്ട് നിയമസഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ മെക്കാനിസം. അവിടെ ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനെ കുറിച്ച് എല്ലാ MLA-മാർക്കും അഭിപ്രായപ്പെടാം. അപ്പോൾ പ്രതിപക്ഷ MLA-മാർ ചർച്ച ചെയ്യും, ഭരണപക്ഷ MLA-മാർ ചർച്ച ചെയ്യും, മന്ത്രിസഭ തന്നെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമുക്കിതിൻ്റെ അലോക്കേഷനിൽ മാറ്റം വരുത്തണം എന്ന അഭിപ്രായം അവിടെ ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ അലോക്കേഷനിൽ മാറ്റം വരുത്താം. അത് ധനകാര്യമന്ത്രിക്ക് ചെയ്യാം, മന്ത്രിസഭയ്ക്ക് ആകെ ചെയ്യാം. അതിനല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് നിയമസഭ അംഗീകരിക്കുന്നൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനിടയിൽ ഒരു പ്രത്യേക ആഖ്യാനം പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. അതേസമയം ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ക്ഷമിക്കണം, ഈ CPM മന്ത്രിമാർക്ക് ഒരുപോലെ തോന്നുകയാണ് അവരുടെ മാത്രം വകുപ്പുകൾക്ക് ഈ രൂപത്തിൽ അവഗണന നേരിടുന്നു എന്നുള്ളത്. സന്തുലിതമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഓരോ വകുപ്പിനും അവരവർക്ക് കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടാകാം എന്നൊക്കെ P. രാജീവ് പറയുന്നത് കേട്ടു. ശരിയായിരിക്കാം. പക്ഷേ ഈ 4 മന്ത്രിമാർക്കും ഒരുപോലെ തോന്നുന്നു, അത് ഒരേ പാർട്ടിയിലെ മന്ത്രിമാർക്ക് എന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അതും പതിവിന് വിപരീതമായി പരസ്യമായി തന്നെ അവർ പറയുകയും ചെയ്യുന്നു. സ്മൃതിയുടെ ഒരു കാര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടാൽ എന്താണ് സ്മൃതി മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം വന്നു, ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തു. അതാണ് CPയുടെ ഔദ്യോഗിക നിലപാട്. ആ ഔദ്യോഗിക നിലപാട് CPയുടെ നിലപാടായതുകൊണ്ട് CPIയുടെ ഏതെങ്കിലും മന്ത്രിമാർ ഒരാവശ്യം കൂടെ പറയുക, അല്ലെ മുഖ്യമന്ത്രിയെ കണ്ട് പറയുമെന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസമല്ല. അതിന് രാഷ്ട്രീയമായിട്ട് വായിക്കരുത്. അവരവരുടെ ചുമതല നിർവഹിക്കാൻ കുറച്ചുകൂടി സഹായം വേണം എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എല്ലാ മന്ത്രിമാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. 4 മന്ത്രിമാർ ഒരുമിച്ചാണെന്ന് സ്മൃതിയുടെ വാദം തെറ്റാണ്. അവർ കൂട്ടായി പറഞ്ഞ കാര്യമല്ല. ഓരോരുത്തരും അവരുടെ ആവലാതികൾ അത് പറയണ്ടല്ലോ. അവരുടെ മന്ത്രിമാരുടെയും പ്രതികരണം വന്നു. അല്ലല്ല, പ്രസാദിന്റെ പ്രതികരണം പ്രത്യേകം. യെസ്, അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട്. അത് അവരുടെ പ്രതികരണം ഞാൻ കേട്ടത് അങ്ങനെ. ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയെ കാണും, മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കടം പറയുമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്നും 40% കുറവ്. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണേണ്ട ഒരു അവസ്ഥ. അതെ, അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. യെസ്, ഒരു കാര്യം പറയാൻ ദയവായി പറയുന്നത് കേൾക്കുക. ഇവിടെ പറഞ്ഞ ഒരു കാര്യം ദയവായി കേൾക്കുക. എല്ലാവർക്കും പറയാവുന്ന ഇടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ പരാതിയെല്ലാം എഴുതി തരാനാണ് പറഞ്ഞത്. ഇപ്പം വീണ്ടും സംവാദത്തിന് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് പോണത്. ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയല്ലേ ഇത്? ഇവരെല്ലാം കൂടി കേരളത്തിൽ 10 സ്ഥലത്ത് വീണ്ടും കേൾക്കാൻ പോവാണ്. വിദ്യാർത്ഥികളെ, മകളുകളെ, അവരുടെ ഇഷ്യൂസ് നവകേരളത്തിന് വേണ്ടി കേൾക്കലല്ലേ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ജോലി, മന്ത്രിസഭയുടെ ജോലി. കൂട്ടായ്മയല്ലേ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ഒരു പ്രശ്നം പറഞ്ഞു പോകാതിരിക്കാൻ തരവില്ല. ഒന്ന്, കേരളത്തിലെ സർക്കാരിന് ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. അതിന് കേരളത്തിലെ സർക്കാരിനെ പ്രാപ്തമാക്കാതിരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. ഇതിന് കേന്ദ്രം ചെയ്യുന്ന നയത്തിനകത്ത് ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നേരിടേണ്ടി വരുന്ന മേഖലകളാണ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുള്ളത്, പൊതുവിതരണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് അതിന് കാരണം എന്താണ്? ദേശീയത ഭക്ഷ്യഭദ്രതാ നിയമം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്ഥാന നിലയ്ക്ക് മിച്ചമല്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്തുണ ഇല്ലാതെ കേരളത്തിന് നിൽക്കാനാവില്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കേന്ദ്രം എന്ത് ചെയ്യണം? കേരളത്തെ അകവഴിഞ്ഞ് സഹായിക്കണം. എങ്ങനെ സഹായിക്കുന്നില്ല? ഒരു ഉദാഹരണം FCയുടെ കാര്യം ഞാൻ പറഞ്ഞു. FCയുടെ ലേലത്തിൽ കേരളം പങ്കെടുക്കേണ്ടതില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ ഞാൻ പറയുന്നത്? നമ്മൾ നെല്ലെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മുടക്കേണ്ടി വരുന്ന നെല്ലിൻ്റെ വില 23 രൂപ 10 പൈസയാണ്. ബാക്കി കേരള സർക്കാർ കൊടുക്കുമ്പോഴാണ് 28 രൂപ 20 പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. കൈകാര്യ ചെലവ് വേറെയും. ഈ പൈസ കേന്ദ്രം അഡ്വാൻസ് തരുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പൊളിറ്റിക്കൽ ചോദ്യമല്ല, രാഷ്ട്രീയ ചോദ്യമാണ്. കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ തരേണ്ട പണം മുടക്കുന്നതിന് ബഡ്ജറ്റ് പ്രൊവിഷൻ വെക്കാൻ പറ്റത്തില്ല. ശരി. അപ്പോൾ ഒരു 10,000 കോടി രൂപ നമുക്ക് നെല്ലെടുക്കാൻ വേണമെങ്കിൽ പ്രൊവിഷൻ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പൈസ എവിടെ നിന്നുണ്ടാകും?
ഈ പൈസ നമ്മൾ അഡ്വാൻസ് ചെയ്താൽ ഇന്ന് കേരളത്തിൻ്റെ കടബാധ്യതയിൽ കേന്ദ്രം പെടുത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് രണ്ടും പറ്റാത്ത സാഹചര്യം വരികയാണ്. ഇതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ വന്നു. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വേണ്ട രീതിയിൽ പരിഗണിക്കാതെ CPI കയ്യിൽ വെച്ചിരിക്കുന്ന വകുപ്പുകൾക്ക് സഹായം നൽകാൻ വേണ്ട രീതി പരിഗണിക്കാത്തല്ല. അല്ലല്ല, അവിടെ തെറ്റ്. സ്മൃതിക്കും തെറ്റി. വേണ്ട രീതി പരിഗണിക്കാത്തല്ല. കേന്ദ്ര സർക്കാർ നിയമപ്രകാരം കേരളത്തോട് പ്രവർത്തിക്കുന്നില്ല. ധന ഉത്തരവാദിത്വ നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകുന്ന പദ്ധതികൾക്ക് ആവശ്യമായ പണം അഡ്വാൻസ് നൽകണം. ഇനി ഒരു പോയിന്റ്, ഒറ്റ പോയിന്റൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. സ്മൃതി ഒരു നല്ല കാര്യം പറഞ്ഞു കേട്ടോ. കിറ്റ് കൊടുത്തത് നന്നായി. ജനങ്ങളെ ബുദ്ധിമുട്ടിലായിരുന്നു, കിറ്റ് കൊടുത്തു. ഇപ്പൊ കേരളം വളർച്ചാ പാതയിലാണ്. ഇപ്പൊ എല്ലാവർക്കും കിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 13 കൂട്ടം സാധനങ്ങൾക്ക് 2016 വിലയാണ് 7.5 കൊല്ലം വാങ്ങിച്ചത്. സത്യമാണ്, കൃത്യമായിട്ട് കൊടുത്തു. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിഞ്ഞില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രതിസന്ധി ഉണ്ടായപ്പോ എല്ലാവരും പറയുന്നുണ്ട് സപ്ലൈകോ പ്രശ്നമാണ്, അവഗണിക്കുന്നു എന്നിടത്താണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ആ കിറ്റിന്റെ കാര്യം പറഞ്ഞത് തന്നെ. ഞാൻ വരാം ശ്രീ അനിൽകുമാർ. ഒരു അവഗണന ഉണ്ടാവില്ല. ഈ സർക്കാരിന്റെ അവഗണന എന്ന പ്രശ്നമില്ല. ഷിബു മീരാൻ, ഇപ്പോൾ വിപണിയിലെ വില നിയന്ത്രണത്തിൽ ഇടപെടാനുള്ള സാമ്പത്തിക വിഹിതം പോലും സപ്ലൈക്കൊക്കെ മാറ്റിവെച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മന്ത്രി GR അനിൽ ഇപ്പോൾ ധനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ പ്രതികരണങ്ങൾ താങ്കളും കണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്രമാണ് കാരണം, കേന്ദ്രത്തിൻ്റെതാണ് ഉത്തരവാദിത്തമെന്ന് ആവർത്തിച്ച് ശ്രീ അനിൽകുമാർ പറയുന്നത് താങ്കളും കേട്ടു. അതിലപ്പുറം CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് വിഹിതം ഇത്ര മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിട്ടുണ്ടോ? അഥവാ ഈ സപ്ലൈകോയുടെ വിഷയത്തിൽ ഇടപെട്ടാൽ ഒന്നുകിൽ വില കൂട്ടേണ്ടി വരും. വില കൂട്ടുന്ന നടപടിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകാൻ പറ്റില്ല എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോ CPIയുടെ മന്ത്രിമാർ ഇന്ന് നടത്തിയിട്ടുള്ള ഒരു വിമർശനം, അത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിയിൽ പോകുമ്പോഴാണ് GR അനിൽ പറയുന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നത്, ചിഞ്ചുറാണി പറയുന്നത്, ആ സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, എന്നാലും ഇപ്പോൾ ഞങ്ങളുടെ വകുപ്പുകൾക്ക് ഈ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയെയും കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും കാണും എന്നാണ് ചിഞ്ചുറാണി പറഞ്ഞ മറ്റൊരു വാചകം. ഇനിയൊരല്പം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നമ്മളൊക്കെ മലയാളം അറിയുന്നവരാണ്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് നന്നായി കാര്യങ്ങൾ ചെയ്യാനുള്ള അളവിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇതാ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന, ആ മന്ത്രിസഭയിൽ ഇപ്പോഴും അംഗങ്ങളായി തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ 2 മന്ത്രിമാരുടെ പ്രതികരണമാണ്. പിന്നെ അവരുടെ എല്ലാ മന്ത്രിമാരും പറഞ്ഞില്ല, അവരുടെ പാർട്ടി, അതാണ് ഞാൻ മലയാളം അറിയാമല്ലോ എന്ന് വാക്കുപയോഗിച്ച് 2 മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. ഇപ്പം വിലക്കയറ്റം, ഇപ്പൊ ഇതിനകത്ത് സ്മൃതി, ഈ വിലക്കയറ്റത്തിന്റെ വിഷയത്തിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ 6 മാസമായി മുടങ്ങിക്കിടക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ഇപ്പോൾ CPMന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് തന്നെയും പറയാൻ ശ്രമിക്കുന്നത് ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ. അതെന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണ്, കേരളത്തോടുള്ള നിഷേധപരമായ സമീപനമാണ്, കേരളത്തിന്റെ നികുതി വരുമാനം കൊടുക്കാത്താണ്. ഈ വിഷയത്തെ ഞങ്ങൾ 2 തലത്തിൽ നോക്കിക്കാണുന്നുണ്ട്. ഒന്നാമത്തേത്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത, അവർക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടാക്കുന്ന, രാജ്യത്ത് ഗവർണർമാരെ മുൻനിർത്തി ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഉത്തരം ഉണ്ട് തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളുടെ ഒറ്റ കാരണം അതാണോ? നിരവധി കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഞങ്ങളും അംഗീകരിച്ചു തരാം. പക്ഷെ വേറെയും കാരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ക്ഷീര കർഷകരുടെ കാര്യം ഇന്ന് ചിഞ്ചുറാണി പറഞ്ഞു. ശരിയാണ്, ഈ നാട്ടിലെ ഏറ്റവും അടിത്തട്ടിലുള്ള, കേരളത്തിലെ അടിസ്ഥാന വർഗം ചെയ്യുന്ന ഒരു ഉപജീവന മാർഗമാണത്. ധാരാളം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വീട്ടമ്മമാർ, ധാരാളമായി വീട്ടമ്മമാരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കൂടി ഒരു കൃഷിയാണ് ഈ ക്ഷീര കർഷകർ എന്ന് പറയുന്നത്. എന്നാൽ ക്ഷീരകൃഷിക്ക് ഇവിടെ പണം അനുവദിക്കുന്നില്ലേ? ഒരു ശീതീകരിച്ച തൊഴുത്തിലോ മറ്റോ നിന്നിട്ടാണ് ക്ലിഫ് ഹൗസിൽ കുറെ പശുക്കൾ പാൽ ചുരുത്തുന്നത്. ആ ചാണകക്കുഴിക്ക് 5 ലക്ഷം രൂപയോ മറ്റോ ആയി. സ്വാഭാവികമായി ഇതുകൂടിയൊക്കെ ഈ ദൂർത്ത് ഒരു കാരണമല്ലേ? ഒരു പുതുവത്സര പാർട്ടി എത്ര ലക്ഷം രൂപ, 22 ലക്ഷം രൂപയോ മറ്റോ, 16 ലക്ഷം രൂപയോ മറ്റാണ്. 10,000 രൂപയുടെ പിന്നെന്താണ് കുറി അടിച്ച ആളുകൾ വിളിക്കുന്നു, 1.25 ലക്ഷത്തിന്റെ കേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത്രയും CPIക്ക് പറയാൻ കഴിയില്ല. പറയാവുന്നതിന്റെ മാന്യമായ രൂപത്തിൽ CPI വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു.
ഈ അനിലിന്റെ വകുപ്പാണെങ്കിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന വിലക്കയറ്റം നമുക്കറിയാലോ. പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള അരിയുടെ വില, ഇപ്പോഴത്തെ അരിയുടെ വില നമുക്കറിയാം. സപ്ലൈകോ സജീവമായി ഇടപെട്ടു, കിറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും വില കൂടിയിട്ടുണ്ട്, ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴോ സപ്ലൈകോ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, ഇന്ന് മന്ത്രി തന്നെ ഉപയോഗിച്ച വാക്കുകളാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോട് കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ കിട്ടിയാലേ തരൂ എന്ന് പറയാനാണെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ഇടതുപക്ഷ ബദലാണ് ഇവർ ഉയർത്തിയത് ഇത്ര കാലം? അപ്പൊ സാധ്യമായിടത്തോളം ചെലവ് ചുരുക്കിക്കൊണ്ട്, സാധ്യമായിടത്തോളം നികുതി കുടിശ്ശിക പിരിച്ചെടുത്തുകൊണ്ട് ആ കെടുതികളിൽ നിന്ന് കേരളത്തിലെ രക്ഷിക്കുക എന്നതല്ലേ ശരിയായ ഇടതുപക്ഷ ബദൽ? ആ ബദൽ ഉയരുന്നില്ല എന്നാണ് ഇന്ന് CPIയുടെ മന്ത്രിമാർ അവരുടെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കാലാകാലങ്ങളിൽ മുന്നോട്ട് വച്ചിട്ടുള്ള വിമർശനങ്ങൾ അതിന്റെ ഒരു തരത്തിൽ CPI കൂടി ഏറ്റെടുക്കുന്നു എന്ന നിലക്കാണ് ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ കേന്ദ്രം വേണ്ട വിഹിതം നൽകുന്നില്ല എന്നുള്ള സർക്കാരിന്റെ പൊതുവായ പരാതിയാണ്. പക്ഷേ CPIയുടെ വ്യത്യസ്തമായ പരാതികളാണ് ഇന്ന് പരസ്യമായി നമ്മൾ കണ്ടത്. പക്ഷേ ശ്രീ കെ അനിൽകുമാർ പറയുന്നു ആത്യന്തികമായ അടിസ്ഥാനപരമായ പ്രശ്നം കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സപ്ലൈകോ അടക്കം സർക്കാർ ഏജൻസികളെ കേന്ദ്രം ഒഴിവാക്കിയത് വലിയ തിരിച്ചടിയാണ്. FCയിൽ നിന്ന് മിച്ചമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ ലഭിക്കുമായിരുന്നു, അതും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ അവഗണന ഒരു പ്രധാന ഘടകമാണെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുമ്പോൾ എന്താണ് BJPക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ശുദ്ധാസംബന്ധം എന്നല്ലാതെ അതിന് വേറൊരു വാക്ക് പറയാനില്ല. ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ തുടക്കമിടുന്നതിന് മുമ്പ് എനിക്ക് അനിൽകുമാറിനോട് പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് അനിൽകുമാറെ, താങ്കളുടെ നേതാവ് ബാലഗോപാൽ വാസ്തവത്തിൽ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ TP ശ്രീനിവാസനെയും അതുപോലെ ആ പുഷ്പനെയും അവരോട് ഒന്ന് വണങ്ങുകയോ അവരോട് ഒരു മാപ്പ് പറയുകയോ ചെയ്തിട്ട് വേണമായിരുന്നു വാസ്തവത്തിൽ ഈ ബജറ്റിൻ്റെ ചർച്ച ആരംഭിക്കാൻ. എന്തായാലും എനിക്കൊരു കാര്യം വളരെ സന്തോഷമായി. ഇന്നലെ വരെ CPM കൊണ്ടു നടന്ന കേരള മോഡൽ പരാജയപ്പെട്ടു. സ്വകാര്യ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഒരു ചൈനീസ് മോഡൽ കമ്മ്യൂണിസം, അതായത് ഒരു ബൂർഷാസി കമ്മ്യൂണിസം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. നന്നായി. ഒരു കാര്യം കൂടി ഞാൻ അനിൽകുമാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നതിന്, മേലാൽ നിങ്ങൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് BJP സർക്കാരിനെ അധിക്ഷേപിക്കാനോ BJPയെ എതിർക്കാനോ നിങ്ങൾക്ക് നാവ് പൊന്തരുത് എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. കാരണം ബജറ്റിലെ മൊത്തം പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൈവം അദാനിയായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു ബജറ്റിൽ എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, കണ്ടൻ്റ് ഇല്ലാത്തൊരു എസ്സേ മാത്രമാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ്. ഒന്നുമില്ല ബജറ്റിൽ, പറയാനായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റും ഈ പ്രാവശ്യത്തെ ബജറ്റും തമ്മിലുള്ള താരതമ്യം ഉണ്ടാവണം. ആ താരതമ്യത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചതെന്ത്, നടപ്പായതെന്ത്, ഇപ്രാവശ്യം പ്രഖ്യാപിക്കുന്നതെന്ത്, നടപ്പാക്കാൻ കഴിയുമോ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപിച്ചത് 40% പോലും നടപ്പാക്കിയിട്ടില്ല. ഏതാണ്ട് കഷ്ടി 40 എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും വീണ്ടും പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട്, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രഖ്യാപിച്ചതിൻ്റെ 3% നടപ്പിലായത്. 3%. ഏത് പാക്കേജും, കുട്ടനാട് പാക്കേജ് ആയാലും വയനാട് പാക്കേജ് ആയാലും, ഇവർ പ്രഖ്യാപിച്ചതും ഇവർ നടപ്പാക്കിയതും തമ്മിൽ ഒരു ബന്ധവുമില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന കേരള സർക്കാർ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ ബജറ്റിലുണ്ട് എന്ന് പറയാൻ മിസ്റ്റർ അനിൽകുമാർ, എന്തെങ്കിലും ഒരു സാധനം എന്ന് താങ്കൾ വിഭവസമാഹരണമാണ്. എന്തെങ്കിലും ഒരു സഹായം വിഹിതത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നിലപാടിലുണ്ടോ കേന്ദ്രത്തിൽ? ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർണ്ണമായും പറയാം. അവർക്കൊക്കെ കൊടുത്ത സമയം തന്നാൽ മതി. അടിസ്ഥാനപരമായി ഒരു ബജറ്റ് വിഭവ സമാഹരണത്തിന് കോപ്പ് കൂട്ടണം. ഈ ബജറ്റിലെ വിഭവ സമാഹരണം എന്ന് പറയുന്നത് 1076 കോടി രൂപയാണ്.
അതേ സമയത്ത് ശമ്പള പരിഷ്കരണവുമായി മാത്രം കൊടുക്കാനുള്ളത് 25,000 കോടിയാണ്. അപ്പോൾ ഈ 1076 കോടിയുടെ വിഭവ സമാഹരണം കൊണ്ട് ഒന്നും സാധിക്കില്ല, ഒരു ചുക്ക് സാധിക്കില്ല. സെപ്റ്റംബർ മാസത്തെ CAG റിപ്പോർട്ടിൽ 28,000 കോടി രൂപയുടെ നികുതി പിരിവാണ് സെപ്റ്റംബർ മാസത്തെ CAG റിപ്പോർട്ട് പറയുന്നത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ 5% നികുതി പിരിവുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം 10-ന് മുകളിലും 12-ന് മുകളിലും 15% മുകളിലും പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ ബജറ്റ് പറയുന്നത് 5% പിരിച്ചു എന്നാണ് നികുതി. അതിന് കേരളം ബാലഗോപാൽ പറയുന്നത് ലോകം മുഴുവനും മാന്യമാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു, ലോകത്ത് യുദ്ധത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവനും മാന്യമായതുകൊണ്ട് കേരളത്തിൻ്റെ GST പിരിവ് കുറഞ്ഞു എന്നാണ്. എന്നാൽ ഈ ലോകം മുഴുവനും മാന്യമാകുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളർച്ച പുരോഗമനമാണ്, 7.3%. അപ്പോൾ ആ 7.3% എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വളർച്ച, ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. ലോകത്തെ ഓഹരി കമ്പോളത്തിൽ ഹോങ്കോങ്ങിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മാറുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 12%-ഉം 10-ന് മുകളിലും നികുതി പിരിക്കുമ്പോൾ ആകെ മാന്യം. ലോകത്തിൻ്റെ ഉക്രൈൻ്റെ യുദ്ധം കൊണ്ട് നികുതി പിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇത് CAG റിപ്പോർട്ട് സെപ്റ്റംബറിൽ പറഞ്ഞതാ, സെപ്റ്റംബറിൽ വളരെ കൃത്യമായി പറഞ്ഞതാ. അത് ഈ സർക്കാരിൻ്റെ ബാലഗോപാലിൻ്റെ വകുപ്പിൻ്റെ തകരാറുകൊണ്ടാണ് എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഈ ബജറ്റിൽ ഒരു പ്രതീക്ഷയുമില്ല, ഈ ബജറ്റ് വിഭവ സമാഹരണമില്ല, ഒന്നും നടക്കാത്ത, ഒന്നും ചെയ്യാത്തൊരു ബജറ്റ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ കൈയിടണ്ടേ, ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടണ്ടേ, കണ്ണിൽ പൊടിയിടണ്ടേ? അതിന് ഇപ്പോൾ സപ്ലൈകോയ്ക്ക് കൊടുക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാനൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും പറയണ്ടേ? അതിന് പറയുന്ന പേരാണ് കേന്ദ്രം തന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേന്ദ്രവുമായി ബന്ധപ്പെട്ടും അതേ പരാതിയുണ്ട് ശ്രീ വി. ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ ഇത്രയാണ് കേരളത്തിലേക്കുള്ള വിഹിതം എന്ന് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, റെയിൽവേ വികസനത്തിനടക്കം. കഴിഞ്ഞ തവണയും അതേ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ വിഹിതം കിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, പറഞ്ഞൊന്ന് തീർന്നോട്ടെ. 57,400 കോടി രൂപയുടെ കണക്കാണ് അനിൽകുമാറും ബാലഗോപാലും പിണറായി വിജയനും പറയുന്നത്. എവിടെ നിന്നാണ് ഈ 57,400 കോടി രൂപ കിട്ടാനുള്ളത്? സുപ്രീം കോടതിയിൽ നിങ്ങൾ കേസ് കൊടുത്തില്ലേ? സുപ്രീം കോടതിയിലെ കേസിൽ നിങ്ങൾ ഈ 57,400 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വെറും ലളിതമായ ചോദ്യമാണ്. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ 57,400 കോടി രൂപ എന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ നിങ്ങൾ കൊടുത്ത കേസിൽ നിങ്ങൾ ഈ 57,400 പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എത്രയാണ് പറഞ്ഞെന്ന് അറിയാം. നിങ്ങൾ കേന്ദ്രത്തിന് കത്ത് വയ്ക്കുമ്പോൾ 4,000 കോടിയാണ് പറയുക. ഇനി 57,000 കോടി എങ്ങനെ വരിക? 57,000 കോടി എന്നു 57,400 കോടി എന്ന് പറയുന്നത് 12,000 കോടി GST കോമ്പൻസേഷൻ. GST കോമ്പൻസേഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെയല്ലേ? കേരളത്തിന് മാത്രമായിട്ടുള്ള GST കോമ്പൻസേഷൻ കൊടുക്കാതെ ഉണ്ടോ? ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിക്കാം, ഒരു സിംഗിൾ മിനിറ്റിൽ. കേരളത്തിന് മാത്രമായിട്ട് GST കോമ്പൻസേഷൻ ഉണ്ടോ? നമ്പർ 2, ഇവർ പറയുന്നു 8,400 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റിൽ കിട്ടാനുണ്ട്. എവിടെ നിന്ന് കിട്ടാനുണ്ട്? ഇന്ത്യയിൽ 17 സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉള്ളൂ. ഈ 17 സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഇല്ല, മധ്യപ്രദേശ് ഇല്ല, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേന്ദ്രം കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് നിഷേധിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പം നിഷേധിക്കണം. എൻ്റെ ഈ മുമ്പിൽ ഈ ചർച്ചയിൽ കുറെ നേരമായി ഞാൻ കേട്ടോണ്ടിരിക്കുന്നു കേന്ദ്രം കൊടുത്തില്ല എന്ന്. ഈ 17 സംസ്ഥാനങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് കേരളത്തിനാണോ അല്ലയോ? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം, നിങ്ങൾ എനിക്ക് സമയം തരാത്തത് കൊണ്ട്. 19,000 കോടി രൂപയുടെ കാര്യവും മറ്റൊരു 18,000 കോടി രൂപ ഞാൻ കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്തോ, ഞാനൊന്ന് കട്ട് ചെയ്ത് എനിക്കൊന്ന് പറയാൻ. ഇതൊരു ബജറ്റ് ചർച്ചയല്ല, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു. മന്ത്രിമാരുടെ പരാതിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പരാതിക്കപ്പുറം കേന്ദ്രത്തിന്റെ അവഗണന എന്നുള്ള വിഷയത്തിലാണ് മൊത്തം ബജറ്റ് ചർച്ചയിലേക്ക് നമ്മൾ ഇനി പോകേണ്ട. ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ ബജറ്റ് ചർച്ചയല്ല, കേന്ദ്രത്തെ അല്ലേന്ന് ഇതുവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കേന്ദ്രം റേഷൻ കൊടുത്തില്ല, റേഷൻ
എൻ്റെ പൊന്നു ചങ്ങാതി, ആകെ 3.5 കോടി കേരളത്തിലെ ജനങ്ങൾ, 1,52,00,000 ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോ അരി കൊടുക്കുന്നത് പിന്നെ ആരാ? പിണറായി വിജയനാ? ശരി ശരി 1,52,00,000 ശരി. ഇതാണ് 5 കിലോ അരി സൗജന്യമായി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ശരി, ഞാൻ വരാം ശ്രീ തോന്നിവാസം വന്ന് വിളിച്ചു പറയാ. ഇല്ല, ശ്രീ കെ അനിൽകുമാർ മറുപടി പറയേണ്ട, അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജോർജ് ജോസഫിലേക്ക് കൂടി പോവുകയാണ്. സാമ്പത്തിക അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ CPI മന്ത്രിമാരുടെ പരസ്യ പ്രതികരണമാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരം. ഞങ്ങളുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര തുക നീക്കിയിരുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ധനമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടുണ്ട്. കത്ത് ഇതിനകം തന്നെ ഭക്ഷ്യമന്ത്രി നൽകിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാനിരിക്കുന്നു. ഇന്ന് ചിഞ്ചുറാണിയുടേതടക്കമുള്ള പ്രതികരണം കണ്ടല്ലോ. അപ്പോൾ പ്രൈമറി സെക്ടറിൽ പോലും വേണ്ടത്ര തുക നീക്കിയിരുന്നു, 40% കുറവെന്നാണ് ചിഞ്ചുറാണി ഇന്ന് പറയുന്നത്. അപ്പോൾ CPIയോട് പ്രത്യേക രൂപത്തിലുള്ള അവഗണന ഉണ്ടായിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു തോന്നൽ? അല്ല, ഇത് അങ്ങനെ അവഗണനയുടെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ ബഡ്ജറ്റ് പ്രസംഗം നിയമസഭയ്ക്കകത്ത് വെക്കുമ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളും മറ്റു കാര്യങ്ങളും ചർച്ചയിലൂടെ ഇതിനകത്ത് ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. പിന്നെ ഓരോ വകുപ്പിലും വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതാത് വകുപ്പുകൾക്ക് തീർച്ചയായിട്ടും അത്രയും തുക പോരായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സിവിൽ സപ്ലൈസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ഒരു സമയമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന് ആ വകുപ്പിന് ആവശ്യമായ പണം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നോക്കൂ, ഈ നെല്ല് സംഭരണം വഴി കിട്ടാനുള്ള 320 കോടി, അതാണ് ഈ കൃഷി വകുപ്പിനുള്ള കുടിശ്ശിക. ഈ സബ്സിഡി നൽകിയതിന് ഒന്നുകിൽ പണം നൽകണം അല്ലെങ്കിൽ വില കൂട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം വിദഗ്ധ സമിതി തന്നെ മുന്നോട്ട് വെച്ചു. അങ്ങനെ 13 ഇനങ്ങൾ, അതായത് വില കുറച്ച് ഒരേപോലെ വില കുറച്ച് നൽകുന്ന 13 ഇനങ്ങളുടെ വില കൂട്ടാനുള്ള നിർദ്ദേശമാണ് വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചത്. അതിന് ധനമന്ത്രിയുടെ അംഗീകാരമുണ്ടായി, റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. പക്ഷെ അതിങ്ങനെ ഇരിക്കുകയാണ്, അതിന്മേൽ തീരുമാനമാകുന്നില്ല. ഇപ്പോൾ സപ്ലൈകോയുടെ മുന്നിലേക്കൊക്കെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ അതിരൂക്ഷമാണ്. അല്ല, അത് വളരെ വാസ്തവമാണ്. അത് തീർച്ചയായിട്ടും സപ്ലൈകോക്ക്, കൃഷി വകുപ്പിന്, നെൽകൃഷിക്ക് നെല്ലിന്റെ ഇത് കൊടുക്കാനുള്ള ഇതൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഒരു ബഡ്ജറ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതെങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ്? ഈ CPIയിലെ ഈ 4 മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാത്രമാണ് ആ അനുഭവമുള്ളത്. ഈ 4 മന്ത്രിമാരാണ് അത് പരസ്യമായി പ്രതികരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിലേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ മന്ത്രിമാരെത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന പാർട്ടിയുടെ വകുപ്പുകളെ തന്നെ അവഗണിക്കുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പ്രൈമറി സെക്ടറിലുള്ള വകുപ്പുകൾ തന്നെയാണല്ലോ. അത് പ്രാഥമികമായി ഇത് പരിഗണിച്ചില്ലെങ്കിൽ സർക്കാരിന് ആകെ തന്നെ ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സപ്ലൈകോയുടെ വിഷയം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കുന്ന ഭക്ഷ്യവകുപ്പിനാണ്. ഈ കിറ്റ് വിതരണം ചെയ്ത വഴി 2225 കോടിയുടെ നഷ്ടത്തിലാണ് സ്ഥാപനമുള്ളത്. 2016 മുതൽ ഈ പറഞ്ഞ പോലെ 13 ഇനങ്ങൾക്ക് സബ്സിഡി നൽകുന്നു. അതിൻ്റെയൊക്കെ ബാധ്യതയുണ്ടെന്ന് പല തവണയായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ്. സപ്ലൈകോയുടെ അവസ്ഥ വിവിധ ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ വല്ലാത്ത നിസ്സഹായാവസ്ഥ മന്ത്രിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ കാര്യത്തിലൊക്കെ വകുപ്പിനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അല്പം മുമ്പ് വരെ സംസാരിച്ചതാണ്. എന്നിട്ട് ബജറ്റിൽ ഈ അവഗണന ഉണ്ടാകും. സ്മൃതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്തരം മേഖലകളിൽ ആവശ്യമായ ഇടപെടലുകൾ, ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ഉണ്ടാവുന്നില്ലെങ്കിൽ അത് CPIയുടെ വകുപ്പിനെ, CPI എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമല്ല ബാധിക്കുന്നത്, ഗവൺമെന്റിന്റെ മൊത്തം ഇമേജിനെയാണ്. ഇപ്പൊ സിവിൽ സപ്ലൈസിൽ ഒരു സാധനം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആക്ഷേപം ജനങ്ങൾ പറയുക, അല്ല ആ ഗവൺമെന്റിനെതിരെയാണ് പറയുക. അതുകൊണ്ട് CPIയുടെ വകുപ്പുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായൊരു വിവേചനം കാണിച്ചു എന്ന് ഒരു പ്രചരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചില ഇതിന്റെ രീതിയിൽ പറയാം എന്ന ഒരു വസ്തുതയുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ തന്നെയാണ് ബാധിക്കുന്നത്. കാരണം CPI ഭരിക്കുന്ന വകുപ്പുകൾ ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന സിവിൽ സപ്ലൈസ്, കൃഷി, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, ഇതൊക്കെയെന്ന് വെച്ചാൽ ദൈനംദിന കാര്യങ്ങൾക്ക് ജനങ്ങൾ ബന്ധപ്പെടേണ്ട വകുപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലൊരു വിവേചനപരമായ ഒരു നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഒരു വെഞ്ചൻസോടുകൂടി അങ്ങനെ ഒരു എടുത്തു എന്നുള്ള നിലപാട് വെറും ഒരു നെറേറ്റീവാണ്, ഒരു വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ചിലപ്പോൾ കുറഞ്ഞുപോയി. ചില വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഉണ്ടാകാം. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും
അത്തരം പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അതായത് ഒരു വകുപ്പിനെ സംബന്ധിച്ച് ആ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു വിഭാഗത്തെ സംബന്ധിച്ചോ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസാന വാക്കോ അതിനുള്ളൊരു രേഖയല്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ 35% സബ്സിഡി എന്നുള്ള രീതിയിലേക്ക് ഉയർത്തണം എന്നുള്ളൊരു രീതിയിലേക്ക് ഉള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ധനമന്ത്രി ആ കാര്യത്തിൽ പണം കണ്ടെത്താൻ പോയിട്ടുണ്ടാകും എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വിഴുങ്ങാൻ, ഒരു ഇത്തിരി വെള്ളം ചേർത്ത് വിഴുങ്ങാവുന്നൊരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നത്. ബഡ്ജറ്റിന്റെ ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് കൂട്ടായ തീരുമാനത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നെൽകൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ രാഷ്ട്രീയമായൊരു പ്രതികൂല അവസ്ഥ നേരിടേണ്ടി വരും. സിവിൽ സപ്ലൈസിൽ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായ പ്രതികൂലമായ തിരിച്ചടി നേരിടുന്നത് ഇടതുപക്ഷ ജനാധിപത്യമാണ്, ഈ ഗവൺമെന്റ് മൊത്തത്തിലുമാണ്. അല്ലാതെ CPI എന്ന പാർട്ടിയുടെ ഓഫീസിലേക്ക് സമരത്തിന് ആരും പോകാൻ പോകുന്നില്ല. ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് ഗവൺമെന്റിന്റെ നേർക്കും ആണ് ഇതുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ഒരു വേറിട്ടു അവരെ ഒന്ന് ഒതുക്കാം, അവരെ രാഷ്ട്രീയമായിട്ടൊന്ന് ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ആ വകുപ്പുകൾക്ക് കിട്ടേണ്ടത് കിട്ടണം. കിട്ടാതെ അല്ലാതെ സിവിൽ സപ്ലൈസ് പോലൊരു സാധനത്തിന് പൈസ ഇല്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് പൈസ വേണ്ട ഒരു സാധനമാണ് സിവിൽ സപ്ലൈസ്. ആ സിവിൽ സപ്ലൈസ് കരാറുകാർക്ക് പൈസ കൊടുക്കുന്നില്ല, സപ്ലയേഴ്സിന് പൈസ കൊടുക്കുന്നില്ലെങ്കിൽ ആരും സാധനം ഇറക്കി കൊടുക്കൂല. അവർക്ക് വേറെ എവിടെയെങ്കിലും ഇറക്കി കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ പ്രചരണപരമായൊരു കാര്യം, അതായത് CPI മന്ത്രിമാരെ മൊത്തത്തിൽ അവഗണിച്ചു, രാഷ്ട്രീയമായി അവരെ വേർതിരിച്ച് ഒറ്റപ്പെടുത്തി നിർത്തി അവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക നരേറ്റീവാണ്. കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളത് കിട്ടാതെ പോയിട്ട് അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. അതിന് അവർ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് ശരിയായ നിലപാടുമാണ്. സ്വാഭാവികമല്ലാതെ കണ്ടത് പരസ്യ പ്രതികരണം തന്നെയാണ്. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഈ മാവേലി സ്റ്റോറുകളൊക്കെ തുടങ്ങിയത് തന്നെ വിപണി വില നിയന്ത്രിക്കാനാണല്ലോ, വിപണിയിൽ ഇടപെടാനാണല്ലോ. ആ രൂപത്തിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. CPIയുടെ മന്ത്രി തന്നെയാണ് ചന്ദ്രശേഖരനാണ് തുടങ്ങിയതും. ഇപ്പോൾ നോക്കൂ, ഈ മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുന്നു, അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ ലാഭകരമല്ലാത്ത മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടി സൂപ്പർ ബസാറുകൾ തുടങ്ങാൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വാർത്ത വന്നതോടെ 900 മേലുണ്ട് മാവേലി സ്റ്റോറുകൾ. അപ്പോൾ ഇത് ലാഭകരമല്ലാത്ത അടച്ചുപൂട്ടും എന്നുള്ള വാർത്ത വന്നതോടുകൂടി അങ്ങനെയല്ല എന്നുള്ള പ്രതികരണം മന്ത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അടച്ചുപൂട്ടുന്നില്ല, ചിലപ്പോൾ സ്റ്റോറുകളിൽ മാറ്റം വരുത്തും എന്ന രൂപത്തിലുള്ള പ്രതികരണം വരുന്നു. പക്ഷെ അപ്പോഴും താൽക്കാലിക ജീവനക്കാരടക്കം പലരും ആശങ്കയിലാണ്. ഈ മാവേലി സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്നവരുടെ, സപ്ലൈകോയിൽ ജോലി ചെയ്യുന്നവരുടെ ആശങ്കയുടെ പ്രതികരണങ്ങൾ താങ്കളും കണ്ടിരിക്കും. അത് CPIയെ ബാധിക്കുന്ന മാത്രം വിഷയമായി അല്ല മാറാൻ പോകുന്നത്. അല്ല, ഇവിടെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ CPIയുടെ മന്ത്രിമാരെന്ന നിലയ്ക്ക് എന്തെങ്കിലും വകുപ്പുകൾ എന്ന നിലയ്ക്ക് സർക്കാർ വിവേചനത്തോടെ കാണില്ല എന്നതല്ല യാഥാർത്ഥ്യം. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് അതിൽ കൂട്ടായൊരു നിലപാടുണ്ടല്ലോ. 13 ഉൽപ്പന്നങ്ങൾ 2016 5 കൊല്ലത്തേക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് വാഗ്ദാനം കൊടുത്ത LDF ആണല്ലോ, അത് നടപ്പാക്കിയല്ലോ. അത് കഴിഞ്ഞ് 2.5 കൊല്ലം കൂടെ തുടർന്നു. അപ്പോൾ സംഭവിച്ചത് 2016 വില നോക്കിയാൽ 2-3 ഇരട്ടിയായിട്ട് വില വർദ്ധിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട V ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ വില വർദ്ധിക്കുന്ന കേരളത്തിലല്ല കേട്ടോ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. കേരളത്തിലെ പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറവാണെന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ പറയുമ്പോഴത്തേക്കും കേരള മോഡൽ തകർന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദം കൊള്ളുകയാണ്. ഏതാ കേരള മോഡൽ? ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ച കേരള മോഡൽ, ശിശുമരണ നിരക്ക് കുറച്ച കേരള മോഡൽ, മാതൃമരണ നിരക്ക് കുറച്ച കേരള മോഡൽ, 100% സാക്ഷരത ഉണ്ടാക്കിയ കേരള മോഡൽ, ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടാക്കിയ കേരള മോഡൽ. ഇതൊക്കെ തകരുമോ? BJPക്കാർ തട്ടിട്ട് തുള്ളിയ തകരുമോ? പിന്നെന്താ അവർ പറയുന്നത്? മൊത്തം അദാനി ഏൽപ്പിച്ചു. അതെനിക്ക് തീരെ മനസ്സിലായില്ല. നിങ്ങളൊരു തുറമുഖത്തിൻ്റെ കരാറ് പണിയുടെ കമ്പനി ഏൽപ്പിച്ചാൽ ആ തുറമുഖം അദാനിയുടേതാണോ?
കെട്ടിടം പണിയുന്നതിന് കോൺട്രാക്റ്റ് BJP ഓഫീസിൻ്റെ കെട്ടിടം പണിയാൻ കോൺട്രാക്റ്റ് ഒരു കമ്പനിക്ക് കൊടുത്താൽ ആ കമ്പനിയുടെ ആണോ ഓഫീസ്? അത് തീരെ മനസ്സിലായില്ല. വിഴിഞ്ഞ തുറമുഖം കേരളത്തിൻ്റെതാണ്. അതിൻ്റെ കരാറിലെ വ്യവസ്ഥ കേരളത്തിനെതിരായിരുന്നു, ഞങ്ങൾക്ക് തർക്കമുണ്ട്. പക്ഷെ കരാർ നടപ്പായി, തുറമുഖം വന്നാൽ കേരളത്തിൻ്റെ തുറമുഖമാണ്, അതിൻ്റെ തുടർന്നുള്ള വികസനം വരും. ഇതുപോലും മനസ്സിലാകാത്ത അസംബന്ധങ്ങളല്ലേ അദ്ദേഹം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എത്രയോ വലിയ അസംബന്ധങ്ങൾ. ആ അസംബന്ധങ്ങളുടെ പരമ്പര അവതരിപ്പിച്ച് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, അസംബന്ധങ്ങളുടെ പരമ്പര അദ്ദേഹത്തെ ഈ ചർച്ചയിൽ അദ്ദേഹത്തെ ഞാൻ ചലഞ്ച് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഒറ്റ പോയിൻ്റേ ഉള്ളൂ. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് മാനകങ്ങളിലാണ് നമ്മൾ പുറകെ നിൽക്കുന്നത്? സാക്ഷരത പറയാം, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പറയാം, പട്ടിണി സൂചിക പറയാം. ഇങ്ങനെ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മാനദണ്ഡത്തിൽ നമ്മൾ പുറകിലാണ് നിങ്ങൾ പറയുക. രണ്ടാമത്തെ പോയിന്റ്, നികുതി പിരിവിൽ കേരളം പുറകിലാണോ? 6 മാസം മുമ്പത്തെ ഏതോ CAG, സുനിൽ എന്ന് പറഞ്ഞൊരു CAG ഉണ്ടല്ലോ, അയാളിങ്ങനെ ഇവർ പാട്ടത്തിന് വിട്ടിരിക്കുകയാണ്, ED വിട്ടിരിക്കുന്ന പോലെ, കേരളത്തിൽ LDF സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ. കേന്ദ്രത്തിൽ ഇപ്പോൾ CAG ഇല്ല, CAGയുടെ റിപ്പോർട്ടും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇലക്ഷന് മുൻപ് ഒരു CAG റിപ്പോർട്ടും ഇവിടെ വരുന്നില്ല. CAGയെ പിരിച്ചുവിട്ടിരിക്കുക കേന്ദ്രം. അതാണ് കേന്ദ്രത്തിൻ്റെ നില. CAG ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം, കേരളത്തിലെ ഈ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ വരുമാന വളർച്ച നോക്ക്. ഞാൻ ആ കണക്ക് അവതരിപ്പിക്കണോ? ബഹുമാനപ്പെട്ട സ്മൃതി പറഞ്ഞല്ലോ, ഇത് ഒരു എന്താ പറയുക, കേരളത്തിലെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് ചർച്ച അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു പോയിൻ്റ്, 2020-21 138,854 കേരളത്തിൻ്റെ ബഡ്ജറ്റ്. അത് കോവിഡിന് മുമ്പാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് 168,407 നടപ്പ് വർഷം. ഇക്കൊല്ലം 184,327. ഇങ്ങനെ വളരണമെന്നുണ്ട് എന്ത് വേണം? കേന്ദ്രം പണം കൂടുതൽ തരുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചു, റവന്യൂ കമ്മി നിന്നു, ഇനി പണം തരുന്നില്ല. പിന്നെ GST നഷ്ടപരിഹാരം തരുന്നില്ല, വേണ്ട തരുന്നില്ല, ശരി. പിന്നെ കടമെടുക്കാനുള്ള അവകാശം നിങ്ങൾ വെട്ടിക്കളഞ്ഞു, ഇതെല്ലാം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളത്തിന് ഈ ഇത്തരം പൈസയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്നത്? അതിന് കാരണം വേറൊന്നുമില്ല, കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചു. ഈ കണക്കാ പറയുന്നത്, ഞാനല്ല പറയുന്നത്. കണക്കുകൾ സംസാരിക്കുന്നത് കേരളം മെച്ചപ്പെട്ടു എന്നാണ്, നികുതി മെച്ചപ്പെട്ടു. നിർമ്മല സീതാരാമൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ 2021 സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച മന്ത്രി P. തിലോത്തമനായിരുന്നു. അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. കാരണം പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും കാലത്ത് നടത്തിയ പ്രവർത്തനം ആ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്. കോവിഡിൻ്റെ കാലത്ത് കേരളം പട്ടിണി കിടക്കാതിരുന്നത് P. തിലോത്തമൻ എന്ന CPI മന്ത്രി നടത്തിയ പ്രവർത്തനം കൊണ്ടാണെന്ന് പിണറായി വിജയൻ അന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അതാണോ സ്ഥിതി? ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ഉള്ളത് സിവിൽ സപ്ലൈസ് വകുപ്പിനാണ്. ആ കണക്കുകൾ നോക്കൂ. കഴിഞ്ഞ ബജറ്റിൽ വിപണി ഇടപെടലിന് എന്ന പേരിൽ 2000 കോടിയാണ് പ്രഖ്യാപിച്ചത്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 55 കോടി മാത്രമാണ്. സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധി കൂടി നോക്കണം. സർക്കാർ സപ്ലൈകോയ്ക്ക് കൈമാറാനുള്ള ആകെ തുക 2011 കോടിയാണ്. സപ്ലൈകോ വിതരണക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയായിട്ട് 1600 കോടിയാണ്. പാലക്കാട്ട് നെൽകർഷകർക്ക് 2ാം വിളവെടുപ്പിന് സമയമായി. എന്നിട്ടും കഴിഞ്ഞ വർഷത്തെ 2ാം വിളവെടുപ്പിലെ നെൽ സംഭരണത്തിന് പണം മുഴുവനായി കൊടുത്ത് തീർത്തിട്ടില്ല. ഇത്രയും പ്രതിസന്ധി നേരിടുമ്പോഴാണ് ബജറ്റിൽ പൂർണ്ണമായും ഈ 2 വകുപ്പുകളെയും കൈയൊഴിയുന്നത്. മൃഗക്ഷീര വികസന വകുപ്പിന്റെ വിഹിതം നോക്കുമ്പോൾ 386 കോടിയിൽ നിന്നത് അത് 435 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ക്ഷീരമേഖല പ്രതിസന്ധി നേരിടുമ്പോഴാണ് 50 കോടിയുടെ നഷ്ടമുണ്ടാകുന്നത്. കൃഷി റവന്യൂ വകുപ്പുള്ള വിഹിതത്തിൽ വർധനയുണ്ട്, പക്ഷേ അത് പോരാ എന്നവർ പറയുന്നുണ്ട്. ഇതിപ്പോൾ സഹകരണ വകുപ്പിനുമുണ്ട് പരാതി. നേരത്തെ കൊടുത്ത 134.42 കോടി പര്യാപ്തമല്ല എന്ന പരാതി സഹകരണ മന്ത്രിയും പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ജനങ്ങൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്നുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചു. അതിന്മേലുള്ള പ്രായോഗികമായ സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല. അപ്പുറത്ത് ജനങ്ങളുടെ പഴി വരുന്നു, അവരുടെ പ്രതികരണം വരുന്നു. ഇതൊക്കെ തിരിച്ചടിയാകില്ലേ ശ്രീ അനിൽകുമാർ? ഇപ്പം തന്നെ സ്മൃതി പറഞ്ഞു, കൃഷി വകുപ്പിനും റവന്യൂ വകുപ്പിനും വിഹിതം കൂടിയെന്നല്ലേ പറഞ്ഞേ? സ്മൃതിയുടെ വായി ഞാൻ കേട്ടത് ഞങ്ങൾക്ക് വിഹിതം കൂടി എന്ന് പറയുന്നത് നെല്ലിന് പ്രത്യേകം നീക്കിയിരിപ്പില്ല, എന്നാലും കുഴപ്പമില്ല എന്നാണ് P. പ്രസാദിന്റെ വാക്കുകൾ പറയുന്നത്. വിഹിതം കൂടി, നെല്ല് സംഭരണത്തിന് പ്രത്യേക ഫണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവഗണിച്ചു എന്നുള്ള ആ നറേറ്റീവ് പോയല്ലോ. ഓക്കെ ആ നറേറ്റീവ് പോയി. ഇനി ഞാൻ പറയുന്നൊരു കാര്യം, ആ നറേറ്റീവ് പോയെന്നാ പറഞ്ഞത്. റവന്യൂ വകുപ്പിൻ്റെയും P. പ്രസാദിൻ്റെ വകുപ്പിൻ്റെയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സ്മൃതി പറഞ്ഞപ്പോൾ തന്നെ നറേറ്റീവ് പകുതി പോയി. ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശക്തി സർക്കാരിനുണ്ട്. ഇവിടെ പോയിന്റ് എന്താണ്? P. തിലോത്തമനിൽ നിന്നും GR അനിലേക്കുള്ള അകലം എന്താണ്?
രണ്ടുപേരും CPI-കാരായിരുന്നു. അതിലൊരു CPI-കാരനെ പിണറായി വിജയൻ അങ്ങ് വല്ലാണ്ട് സ്നേഹിച്ചു, പുകഴ്ത്തി. രണ്ടാമത്തെ CPI മന്ത്രിയെ ഞങ്ങളങ്ങ് തഴഞ്ഞു, പിണറായി വിജയൻ. അങ്ങനെയാണോ സത്യം? അല്ല. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിലെത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയത്തിൽ എന്ത് മാറ്റം വന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. വൺ ആൻസർ പറയാം. എന്താണ്? നമ്മൾ നെല്ലെടുക്കുമ്പോൾ നെല്ലിന് വില കൊടുക്കാൻ വേണ്ടി കൺസോർഷ്യം ഉണ്ടാക്കും. കൺസോർഷ്യം ഉണ്ടാക്കുമ്പോൾ കൺസോർഷ്യത്തിന് കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും. നിങ്ങൾ 2000 കോടി രൂപയുടെ ഗ്യാരണ്ടി കേരള സർക്കാർ തരും. ഇവർ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നെല്ലുകാർക്കെല്ലാം ഈ PRS വായ്പ കൊടുക്കും. ഇതാണ് പദ്ധതി. കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങളങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം, ബഡ്ജറ്റിൻ്റെ വിഹിതമായിട്ട് ഉൾപ്പെടുത്തണം എന്ന് വന്നത് തിലോത്തമൻ മാറിയിട്ട് GRL വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും രണ്ടാമത് കേന്ദ്രം ചെയ്ത അടുത്ത പാര എന്താണ്? കേന്ദ്രം ചെയ്ത അടുത്ത പാര എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതികളിൽ 75% കേന്ദ്രം തന്നുകൊണ്ടിരുന്നു. അത് 60% കുറച്ചു. അപ്പോൾ നമ്മൾ വിഹിതം കൂട്ടേണ്ടി വന്നു. മൂന്നാമത് കേന്ദ്രം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വളരെ വളരെ സാങ്കേതികമായി കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിനെ പണം തരാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മന്ത്രി എത്ര തവണ ദില്ലിക്ക് പോയി? ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. ദില്ലിയിൽ എത്ര തവണ പോകേണ്ടി വന്നു? മിനിങ്ങാന്നും പോയി. ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണനോട് ചോദിച്ചൊരു ഉത്തരം കിട്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ FCIയുടെ ഗോഡൌണിൽ നിന്നും അരി കിട്ടുമ്പോൾ കേരള സർക്കാർ ഒരു ടെൻഡർ വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര വിഷമം? കേരളക്കാരൊരു ടെൻഡർ വെച്ച് കുറച്ച് അരി വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കൊടുത്താൽ BJP-കാരുടെ വീട്ടിൽ കൊടുക്കില്ല എന്നൊരു തീരുമാനം സർക്കാരിനില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? അപ്പോൾ പോയിന്റ് ക്ലിയറാണ്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ, തോമസ് ഐസക്കിൽ നിന്നും ബാലഗോപാലിലേക്ക് എത്തിയപ്പോൾ വന്ന മാറ്റമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഈ കേരള മോഡലിനെ തകർക്കുകയാണ്. എന്നിട്ട് തകരാത്ത കേരള മോഡൽ തകർന്നു എന്ന് പറഞ്ഞ് B. ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ആനന്ദ നൃത്തമാടുകയാണ്. ഇതാ കേരളം UP ആയി മാറിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങൾ ബീഹാറിനെ പോലെ കേരളത്തെ മറുപടി ശ്രീ ഗോപാലകൃഷ്ണൻ നൽകട്ടെ. ഷിബു മീരാൻ, ഇപ്പോൾ ഈ പിണറായി സർക്കാർ എല്ലാ കാലത്തും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഭംഗിയായി തന്നെ നടപ്പാക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ കഴിയാത്തത് അതിന് സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? ഞാനത് കൃത്യമായി പറയാം സ്മൃതി. ഇപ്പൊ ഇവിടെ ഈ ചർച്ച ശ്രദ്ധിച്ചാൽ അറിയാം, വിലക്കയറ്റം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ 4 പേരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ വിലക്കയറ്റത്തിന്റെ കാരണക്കാരാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയും ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയും പരസ്പരം പഴിചാരുകയാണ്. സ്മൃതി തന്നെ ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ഈ വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനം നമ്മുടെ രാജ്യത്തെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടാണ്, അതിലെ വർധനവാണ്. യഥാർത്ഥത്തിൽ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ ഒരു ഡീലർ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 59 രൂപയാണ്. ഇതിന്റെ ഡീലർ കമ്മീഷൻ 4 രൂപയാണ്. അപ്പൊ 62ആയി. 19 രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വാങ്ങുന്ന ടാക്സ് ആണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 1 ലിറ്റർ പെട്രോളിന് അത് 3.18 ആയിരുന്നു. പിന്നീട് അവർ അത് 31 വരെ വർദ്ധിപ്പിച്ചു. പിന്നീട് ഇടയ്ക്ക് 12 രൂപ കുറച്ചു കൊടുത്ത് ഇപ്പൊ 19 രൂപ വാങ്ങുന്നു. അപ്പോഴും വില കിട്ടിയിട്ടല്ലോ. അവശേഷിക്കുന്ന 10-23 രൂപ ആരാ വാങ്ങുന്നത്? പിണറായി ഗവൺമെന്റ് ആണ് വാങ്ങുന്നത്. അതിൽ 2 രൂപ ടാക്സ് ഈ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ വർദ്ധിപ്പിച്ചതാണ്. തൊട്ടടുത്ത് കർണാടകയിലും തമിഴ്നാട്ടിലേക്കും നമ്മളെക്കാൾ ഈ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ് എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഉപദ്രവിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങളോ? ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അവരോട് മത്സരിക്കാണ്. കഴിഞ്ഞ തവണ 2 രൂപ അധികം വാങ്ങി. എന്തിനായിരുന്നു? നമ്മൾ ക്ഷേമ പെൻഷൻ ഇനി അങ്ങോട്ട് മുടങ്ങാതെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് ഈ 2 രൂപ എന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. പിന്നീട് ഇളവ് വരുമെന്നൊരു ചർച്ച കേട്ടു, കൊടുത്തില്ല. നമ്മൾ ഈ 1 വർഷവും ആ വർദ്ധിപ്പിച്ച തുക വാങ്ങി. ഇപ്പോൾ എത്ര രൂപ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്? കരാറുകാരുടെ കുടിശ്ശികയുണ്ടല്ലോ 16,000. സപ്ലൈക്കൊക്കെ കൊടുക്കാനില്ലേ? KSEBിയുടെ കടം എത്രയായി വർദ്ധിച്ചു? ഇപ്പൊ കിഫ്ബി എന്ന പേരിൽ വാങ്ങിക്കൂട്ടുന്ന കടം തിരിച്ചടക്കണ്ടേ? അതിന് പലിശയില്ലേ? കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ക്ഷീര കർഷകരുടെ വിഷയം തന്നെ എടുക്കാം. ഇപ്പൊ നമ്മൾ പ്രിയോറിറ്റിയുടെ വിഷയം എടുക്കൂ. കർഷക ആത്മഹത്യകൾ രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. UP-യിൽ നടക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനം കേരളത്തിന്റെ നിയമസഭക്കകത്ത് എഴുതി തയ്യാറാക്കിയ മറുപടി T. സിദ്ദീഖ് MLA-ക്ക് 42 കർഷകർ ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സാമ്പത്തിക ധനസഹായം 44 ലക്ഷം. ആ 44 ലക്ഷം എന്ന് പറഞ്ഞാൽ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ അതേ തുക 42 കർഷകരുടെ ജീവനും കുറെ പശുക്കിടാങ്ങൾക്കും തുല്യ വിലവാകുന്ന ഒരു അവസ്ഥ കേരളത്തിൽ. ഇവിടെ പ്രശ്നങ്ങളുണ്ട്.
എന്ന് അംഗീകരിക്കാൻ ആദ്യം തയ്യാറാവണ്ടേ? ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചിട്ട് ഒരു തുറന്ന ചർച്ചയുടെ സമീപനം എടുക്കണ്ടേ? ഇന്ധന വില വർധനവ് നിങ്ങൾ സൃഷ്ടിച്ചതാണല്ലോ, നിങ്ങൾ അടിച്ചേൽപ്പിച്ചതാണല്ലോ. അപ്പൊ കേന്ദ്രത്തെ കേവലം കുറ്റം പറഞ്ഞുകൊണ്ടല്ല, ആ കേന്ദ്രത്തിന്റെ കടന്നാക്രമണം നിന്ന്, തെറ്റായ സമീപനങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിൽ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ദയനീയമാംവിധം പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ സ്വീകരിക്കുന്ന നിരുത്തരവാദിത്വപരമായ സമീപനമാണ്. കേരള മോഡൽ 2016 ഉണ്ടായതല്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ എണ്ണി പറഞ്ഞ നേട്ടങ്ങളൊന്നും, സമ്പൂർണ്ണ സാക്ഷരതയാവട്ടെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയാകട്ടെ, കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റമാകട്ടെ, ഇതൊന്നും പിണറായി വിജയന്റെ ക്രെഡിറ്റിൽ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രെഡിറ്റിലും അതൊക്കെ കേരളം ആർജിച്ചെടുത്തത് പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ യാത്രയിലൂടെയാണ്. മറുഭാഗത്ത് BJPയും തുല്യമായ സമീപനം തന്നെയാണ് ഈ ചർച്ചയിലടക്കം സ്വീകരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ എന്തോ എല്ലാം ഭദ്രമായി ചെയ്യുന്നു എന്ന മട്ടിലാണ്. നമ്മൾ പിണറായി വിജയന്റെ ദൂർത്തിനെ വിമർശിക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന സെൽഫി പോയിന്റ്, അത് സ്ഥിരം സെൽഫി പോയിന്റിന് 6 ലക്ഷം രൂപയും ടെമ്പററിക്ക് 1.5 ലക്ഷമാണ്. അപ്പൊ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ടെമ്പററി സെൽഫി പോയിന്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാർഡ്ബോർഡിൽ തീർത്തൊരു പ്രതിമ ഇരിപ്പുണ്ട്, പുറകിൽ ഒരു ചിത്രമുണ്ട്, അതിന് 1.5 ലക്ഷം രൂപ. ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുഴുവൻ ഇത് സ്ഥാപിക്കുകയാണ്. അപ്പൊ പരസ്പരം പഴിചാരുക, അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടക്കുന്ന സമരവും. ശ്രീ ഗോപാലകൃഷ്ണൻ, സമയം കുറവായതുകൊണ്ട് ഇപ്പോൾ വിഹിതം 75% നിന്ന് 60% കുറച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അല്ല, ഏത് വിഹിതത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? വിഹിതം ഇന്ത്യ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇവർ പറയുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾക്കേ ഉള്ളൂ. ആ 17 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടിയത് ഈ കേരളത്തിലാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് അനിൽകുമാറിനെ. നിങ്ങൾ കുറേ നാളായില്ലേ 57,400 പറയുന്നത്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, സമയമില്ല എനിക്ക് പറയാനായിട്ട്, എന്നാലും പറയുകയാണ്. ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ GST കോമ്പൻസേഷൻ എന്ന് പറയില്ലേ? ഒരു നിയമം പറ. GST കോമ്പൻസേഷൻ അവസാനിച്ചില്ലേ? ഇനി GST കോമ്പൻസേഷൻ കിട്ടണ തന്നെ എന്തായിരുന്നു GST കോമ്പൻസേഷൻ്റെ ബേസ്? 14% നികുതി, അതിൽ 10% കേരളം പിരിച്ചതെങ്കിൽ അതിന് 4% കോമ്പൻസേഷൻ കിട്ടും. നിങ്ങളുടെ ധനമന്ത്രിയുടെ റിപ്പോർട്ട് എന്താ? 16% GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് ടോട്ടൽ 16% പിരിച്ചു എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക GST കോമ്പൻസേഷൻ? ഇനി നിങ്ങളിപ്പോൾ പറഞ്ഞത് എല്ലാ പദ്ധതിയിലും കേരളത്തിന് കുറവ് സംഭവിച്ചു. സുഹൃത്തെ, നിങ്ങളുടെ ബജറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ ബജറ്റ് പറയുന്നത്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ രാജാക്കന്മാരാണ്, ഇതിനു മുമ്പ് വന്ന സർക്കാരാണ്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. മിഷണറിമാരുടെ പ്രവർത്തനത്തിൽ കൂടെ തന്നെ വിദ്യാഭ്യാസം വളരെ മുമ്പിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിനൊന്നും ഒരവകാശവും കേരളത്തിൽ നടന്നിട്ടുള്ള പരിഷ്കരണത്തിലെ നവോത്ഥാനത്തിൽ, കേരളത്തിൽ നടന്നിട്ടുള്ള മുന്നേറ്റം, സാമൂഹികമായ മുന്നേറ്റത്തിൽ ഒരവകാശവും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെടാനില്ല. ആകെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തത്, ബാലഗോപാലൻ ബജറ്റിൽ പറഞ്ഞു, ഈ കേരളത്തെ സമരഭൂമിയാക്കി നിക്ഷേപം കൊണ്ടുവന്ന ആളുകളെ പറഞ്ഞയച്ചു. അത് ബാലഗോപാൽ പറയുന്നുണ്ട് ബജറ്റിൽ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത്? ശ്രീകുമാർ, എങ്ങനെയാണ് CPM മന്ത്രിമാരുടെ പരാതി പരിഹരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എന്തിനാ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അല്ല, അല്ലാതെ ശരിയാവില്ല കേട്ടോ. കാരണം നിങ്ങൾ കുറെ നേരമായില്ല അവരോട് സംസാരിക്കും. പിന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നെ മേലാൽ നീ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിക്കുന്നത് ഈക്വലായിട്ട് സമയം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരേപോലെ ഒന്നുമല്ല നിങ്ങൾ കൊടുത്തത്, അതൊന്നുമല്ല. നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങൾ കൊടുത്തത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നിങ്ങളൊരു സാമാന്യ മര്യാദ കാണിക്കണം. ഇങ്ങനത്തെ മര്യാദകൾ കാണിക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിങ്ങളുടെ ചർച്ചയിൽ മാത്രമുള്ളല്ലോ ഇത്. ബാക്കി എല്ലാവർക്കും സമയം കൃത്യമായി കൊടുക്കുക. 2, 3, 4 പ്രാവശ്യം കൊടുക്കുക. ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ 50 പ്രാവശ്യം ഇടപെടുക. ഞാൻ ആകെ ഈ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യമാണ്. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾ സമയമില്ല എന്ന് പറഞ്ഞു പോയി. ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ഇനി സംസാരിക്കുന്നില്ല. നിങ്ങളടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, ഞാനില്ല. നിങ്ങൾ എന്താ ചെയ്തോളൂ. ഇങ്ങനെയൊന്നും പിണങ്ങി അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വലിയ തർക്കങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ. ശരി, അങ്ങനെ ആവട്ടെ. ശ്രീ അനിൽകുമാർ, പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ ഇപ്പോൾ ഈ 2 സഹോദരന്മാരും പറഞ്ഞു കിട്ടി ഞാൻ അത്ഭുതപ്പെടുകയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ അടിമത്വമാണ് ഞാൻ അതിനേക്കാൾ അത്ഭുതത്തോടെ കാണുന്നത് കേട്ടോ. മാപ്പിള കലാസിമാരെ ഞങ്ങൾ വിട്ടുകൊടുത്തേനെന്നൊക്കെ ചിന്തിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, RSSനെയും BJPയെ സഹായിക്കാൻ.
ആ രാഷ്ട്രീയത്തിൻ്റെ അടിമത്വമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു വാക്ക് കേന്ദ്ര സർക്കാർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഈ ചർച്ച പറയാൻ പറ്റിയ? ഞാൻ ഉന്നയിച്ച 3 പ്രശ്നങ്ങളിൽ എന്താണ് ലീഗിന്റെ ഞാൻ നിലപാട്? പറഞ്ഞല്ലോ ഈ ചർച്ചയ്ക്കകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറഞ്ഞു. ചർച്ചയ്ക്കകത്ത് FCE യുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. എന്ത് പറഞ്ഞു? നിങ്ങൾ സമരത്തിനുണ്ടാ? എന്താണത്? FCE-യുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് കേന്ദ്രം എന്താണ്? വില വർദ്ധി നരേന്ദ്രമോദി രണ്ടാമത്തെ പോയിന്റ്, കൂട്ടിയ ടാക്സ് ഈ കേരളത്തിന് ചർച്ചയിൽ കടമെടുക്കാനുള്ള ഞാൻ റൈറ്റ് കട്ട് ചെയ്യുന്നു. ആ ഞാൻ നിലയ്ക്ക് പറയട്ടെ പറയരുത്. സാർ, FCL ഞങ്ങൾ ഞാൻ പറയട്ടെ സാർ, കേന്ദ്രത്തിനെതിരാണെന്നേ. കേരളത്തിന്റെ അതൊക്കെ കടമെടുക്കാനുള്ള BJP ക്ക് അവകാശം റദ്ദ് ചെയ്തതിനെ കുറിച്ച് Yes, yes. മൂന്നാമത്തെ ചോദ്യം, കേന്ദ്ര പദ്ധതികളിൽ 75 25 കേന്ദ്ര സംസ്ഥാന അനുപാതം കേന്ദ്ര പദ്ധതികളിൽ. അത് 60-40 ആക്കിയ മോദിയുടെ നയത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. ലീഗിന് മിണ്ടാട്ടമില്ല. പിന്നെ നിങ്ങൾ അവസാനം ഏതൊരു ചാണകക്കുഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ചർച്ച വരുമ്പോൾ കേരളത്തിനകത്തെ എല്ലാ കുറ്റങ്ങളും മുഖ്യമന്ത്രിയുടെ തലയിൽ, പിന്നെ ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രി തല ചുമന്നുകൊണ്ടിരിക്കുകയാണോ? അവിടെ ലിഫ്റ്റ് വെക്കുന്നത് സർക്കാർ സ്കൂളിന് ലിഫ്റ്റ് വെക്കുന്ന കാലമല്ലേ? അവിടെ 2ാം നില ചിലപ്പോൾ ലിഫ്റ്റ് കയറിപ്പോയെന്നിരിക്കും. അത് ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എത്രയോ ജോലിക്കാരുണ്ട് ക്ലിഫ് ഹൗസിൽ. നമ്മളൊരു ചർച്ച വരുമ്പോൾ അത് പറയരുത്. അതല്ല ന്യായം. എന്താ കേരളത്തിൻ്റെ പ്രശ്നം? ആ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിൽ BJP ഒരു നിലപാട് സ്വീകരിക്കുന്നു, നമുക്കെതിരാണ്. കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കുന്നു. ലീഗും അതിൻ്റെ കൂടിയാണ്. നിങ്ങൾ കൂടിക്കോ, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞങ്ങൾ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. മന്ത്രിസഭ നല്ല ഐക്യത്തിലാണ്. അഭിപ്രായങ്ങൾ പറയുന്ന ജനാധിപത്യമാണ്. അത് കൂട്ടിച്ചേർന്ന് പരിഹരിക്കാൻ ശക്തിയുള്ള മന്ത്രിമാർക്ക് പ്രതീക്ഷിക്കാമോ വല്ലതും? അല്ല, ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? കേരള സർക്കാരിനെ കേന്ദ്രം പ്രതിസന്ധിയിലാക്കുകയാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള കുറവുകളാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞു. 40% കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. അത് പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാശങ്കയുടെ ആവശ്യമില്ല. കേരളത്തോടൊപ്പം നിന്നുകൊണ്ട് സപ്ലൈകോയുടെ പ്രശ്നം പരിഹരിക്കാനും ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കാനും കേരള സർക്കാരിനാകും. ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, സപ്ലൈകോയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ നോക്കുന്നത് സർക്കാരിന് നന്നായിരിക്കും. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ ഷിബു മീരാൻ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ജോർജ് ജോസഫ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.